പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം യെശയ്യാ 1:15 നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് അരുളിച്ചെയ്യുകയാണ്, നാം എത്ര പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കുകയില്ല. കാരണം നമ്മുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. നാം എല്ലാവിധത്തിലുള്ള തിന്മകളും ചെയ്തുകൊണ്ട്, പാപത്തിൽ മുഴുകി ജീവിച്ചുകൊണ്ട് നാം കരങ്ങളുയർത്തി കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ നമുക്ക് യാതൊരുവിധ അനുഗ്രഹവും ലഭിക്കുകയില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുകയും ഇല്ല. നാം അനുദപിച്ച് തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. അതിനാൽ നാം അനുദപിച്ച് പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുകയാണ് വേണ്ടത്. 1 പത്രോസ് 3:9 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, അനുഗ്രഹങ്ങൾ അവകാശമാക്കുന്നതിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നാം. ഇനി എന്തുകൊണ്ടാണ് നാം അനുഗ്രഹം പ്രാപിക്കാതെ പോകുന്നത്? പലപ്പോഴും നമുക്ക് പരാതിയും അതുതന്നെയാണ്. എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവം കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് നമ്മൾ പലരുടെയും പരാതി. നമ്മുടെ തിന്മകൾ ഉപേക്ഷിക്കാതെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും എന്നും നമുക്ക് എന്നും എപ്പോഴും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന് പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഭക്ഷിക്കാൻ കാടപ്പക്ഷിയും ദാഹത്തിന് ജലവും നൽകി അവരെ സംരക്ഷിച്ചിരുന്നു. അതുപോലെ പുതിയ നിയമത്തിൽ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. യേശു തൻ്റെ ശരീരവും രക്തവും പങ്കുവെച്ച് നൽകിക്കൊണ്ട് നമ്മോട് ഒപ്പമായിരിക്കാൻ അപ്പമായി മാറി തിരുവോസ്തിയിൽ സജീവനായി വാഴുന്നു. പാപബോധവും പശ്ചാത്താപവും നൽകി പരിശുദ്ധാത്മാവ് തിന്മയിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തി സംരക്ഷിക്കുന്നുണ്ട്. ഈ പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം നമുക്ക് ആദ്യമേ ഉണ്ടായിരിക്കണം. ആ വിശ്വാസത്തിൽ വളരുമ്പോഴാണ് യഥാർത്ഥത്തിൽ തിന്മകൾ ചെയ്യാതിരിക്കാനും, അഥവാ തിന്മ ചെയ്താൽ അനുദപിച്ച് പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയാനും ഉള്ള ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകുകയുള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.